ഹലോ മൈക്ക് ചെക്കിംഗ്. ഞാൻ മലപ്പുറത്തായിരുന്നു നിന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛമ്മേനെ കാണാൻ വരുമ്പോൾ മാത്രം അമിത്തേട്ടനെ കാണാൻ വരുമ്പോൾ ഒരു രസം. അമിത്തേട്ടൻ വരച്ച കുറേ ചിത്രങ്ങൾ ഇങ്ങനെ റൂമിൽ ചുറ്റും ഉണ്ടാവും. അതിങ്ങനെ റൂമിൽ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അന്നേ ഇത്. അതാണ് എനിക്ക് അമിത്തേട്ടനെ പറ്റിയിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറഞ്ഞത്. കുട്ടിക്കുറുമ്പനായിരുന്നു പണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തെറ്റി പിണങ്ങി പോകുന്ന പിണക്കക്കാരനായിരുന്നു. പെണ്ണാണ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ആദ്യം കണ്ടപ്പോ തന്നെ ഒന്നും തോന്നി. ആദ്യം കണ്ടപ്പോ ഒന്നും തോന്നിയില്ല. പിന്നെ രണ്ടാമത് എൻ്റെ കോളേജിൽ ഞാൻ പോയി മീറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി. അപ്പോഴും ഒന്നും തോന്നിയില്ലല്ലോ. ക്യാമറ നോക്കണ്ടേ? ക്യാമറ നോക്കി. ഞാൻ കേട്ടോക്കണ്ട്. അമിതേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു റോൾ മോഡലായിട്ടാണ് ഇന്നെ മുന്നിൽ നിൽക്കുന്നത്. കാരണം എല്ലാവരും അമിതേട്ടനെ പറ്റി പൊക്കി പറഞ്ഞ് മാത്രമേ കേട്ടിട്ടുള്ളൂ. കേട്ടറിവ് വെച്ച് മറ്റേ മുരുകൻ സംഭവം എന്ന് പറയുന്ന പോലെ അമിതേട്ടൻ ഒരു സംഭവമാണ്. അടി ഉണ്ടാക്കാൻ മുന്നില് നീയാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഏട്ടൻ ഒരു പാവാണ്. ഏട്ടൻ ഞാനാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല. എന്താ പറയാ, ഞാനൊരു 5 മിനിറ്റ് ആയിട്ട് വരാം, ഓർത്തിട്ട് വരാം. നല്ലൊരു ഭാര്യയായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് ഇപ്പൊ വരെ ഭാര്യക്ക് 2 ആഴ്ചയോളം സംസാരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ചിരിച്ചടി അല്ലെങ്കിൽ അമിത്തിന് ആദ്യം ഞാൻ കാണുന്ന സമയത്ത് തന്നെ അമിത് ഭയങ്കര മെച്ചോർഡായി, ഭയങ്കര എന്താ പറയാ, ഏട്ടന്റെ വലങ്കൈ പോലെ നിൽക്കുന്ന ആളാണ് അമിത്. ആ കുപ്പിയിൽ എന്തായിരിക്കും മിക്കവാറും കാലിക്കുപ്പിയാവും അവന്മാര് കുടിച്ചതിന്റെ. ഇത് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കല്ലെന്തെങ്കിലും നിറച്ചിട്ടുണ്ടാവും മിക്കവാറും അവന്മാര് കുടിച്ച. അല്ലാതെ അതും അങ്ങനെ സാധനം എടുത്ത് കഴിക്കാനുള്ള ബഡ്ജറ്റ് അവന്മാരുടെ അടുത്തില്ല. ഇതാണ് ഞങ്ങളുടെ പുതിയ കസിൻ പൂജ എന്നാണ് പേര്. കാവ്യേച്ചിന്റെ അനിയത്തിയാണ്. ചെറുക്കൻ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാനും പോയി. അപ്പൊ പിന്നെ നേരെ ഡേറ്റ് എടുത്ത് അവര് കല്യാണം ഉറപ്പിച്ചു. നേരെ അവള് മുഖത്ത് പോയി ചോദിച്ചു. അതായത് എന്നോട് ചോദിച്ചു എന്താ ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ. അപ്പൊ തന്നെ അവര് ഡേറ്റ് എടുത്തു. എല്ലാ കാര്യങ്ങളും വേഗം ചടപടയെ നടക്കും. ഭയങ്കര സ്നേഹമാണ്. കട്ടയ്ക്ക് നിൽക്കും എൻ്റെ കൂടെ. പിന്നെ അമിതേട്ടൻ്റെ അവിൽക്കുസു എന്ന് പറഞ്ഞ 4 വർഷം മുമ്പുള്ള ഒരു വീഡിയോ മൊത്തം വൈറലാക്കിയിട്ടുണ്ട്. നമ്മളുടെ അവിൽക്കുസ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തിന്നോക്കാം. ചേച്ചി തിന്നോ. കല്യാണത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിരിക്കും. എന്തിനും കൂടെ ഉണ്ടാവും. കരയരുതേ. നല്ല ചൂട് നെയ്ച്ചോറിലേക്ക് കുറച്ച് ചിക്കൻ കറി ഇങ്ങനെ വെച്ചിട്ട് കുഴച്ചിട്ട് ഒറ്റ അടിയാണ് അടിക്കണം. എനിക്ക് നന്നായിട്ട് വിശക്കുണ്ട്. അതിന് അതുകൊണ്ടല്ലേ വാരി കൊടുക്കുന്നത്. എന്താ സ്നേഹം കണ്ടോ? മിക്ക തല്ലുകളും ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ അവസാനം കറിയുണ്ടെങ്കിലും അവസാനം ജയിക്കുമ്പോൾ തന്നെയാവും. അത്യാവശ്യം നല്ല കെയറിങ് ആണ് ആവശ്യമുള്ള കാര്യത്തിനൊക്കെ. എന്നാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്താണ് ഈ മുടിയൊക്കെ സ്റ്റേജുമ്പോ തന്നെ വേണമെന്ന് അറിയാം. അല്ലാതെ അവിടെ ഇവിടെ തെണ്ടി നടന്നാലേ മുഖമൊക്കെ സെറ്റാക്കാൻ നീ തന്നെ ഉണ്ട്. അമിത്തിന്റെ കൂടെ കളിച്ചിട്ടാണ് വളർന്നിട്ടുള്ളത് തറവാട്ടിൽ വെച്ചിട്ട്. അഭിനയിക്കാൻ പറ്റൂല, ജീവിക്കാനേ പറ്റുള്ളൂ. ഡുണ്ടുവിനെ പോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കാവ്യനും കൂടിയും കിട്ടി, ഒരു അനിയത്തിക്കുട്ടീനും കൂടിയും കിട്ടി ഞങ്ങൾക്ക്. പിന്നെ സംസാരിച്ച് നോക്കിയാ ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരും കൈയടിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ കിട്ടിയോ? വൃത്തിയുണ്ടോ? എന്നേ പോയിന്റ് പറഞ്ഞുതരുമോ? എന്താ നിങ്ങൾക്ക് അഭിപ്രായം? അടിപൊളിയാണ് ചേട്ടാ, അടിപൊളിയാണ്, നല്ല കമ്പനിയാണ്. എന്റെ സ്വന്തം ഏട്ടനെ പോലെ തന്നെ. ആ പഴം തന്നെ അടുത്തല്ലേ. എന്താടാ പണ്ടൊരു കുറുമ്പൻ കുട്ടിയായിരുന്നെങ്കിലും ഇന്ന് നല്ലൊരു ഏട്ടൻകുട്ടിയാണ്. അവൻ ഭയങ്കര റാങ്ക് ഹോൾഡറാണ്, പഠിപ്പിസ്റ്റാണ് എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരങ്ങള്. ചേച്ചി വെച്ചിട്ട് ഞങ്ങൾ ഫുൾ അടിയാണ്, ഇപ്പോഴും അടിയാണ്. ഇപ്പോഴും ഗംഭീര തല്ലുവിട്ടാണ്. ചെരുപ്പ് അങ്ങനെ ചെറിയ കാര്യത്തിന് വേണ്ടി ചെരുപ്പ്, സാധനം, ഡ്രസ്സ്, കോമൺ അടികൾ. ചിൽമൂട് എൻഗേജ്മെന്റ് അങ്ങനെയായിരുന്നു, അതന്നെയായിരുന്നു കല്യാണം. അവള് പുല്ല് പോലെ നിന്നില്ലേ അല്ലേ?
എനിക്കൊന്നും അറിയാല്ലേ. സംസാരിച്ചപ്പോ ഓക്കെ, കുഴപ്പമില്ല, സ്വഭാവം കൊണ്ടൊന്നും കുഴപ്പമില്ല. അങ്ങനെ നാളെ ഞങ്ങളുടെ അമിത്തേട്ടന്റെ കല്യാണമാണ് ഗായ്സ്. വാരാതോ മഴയെ കൺവിഴി കാട്ടാതോ ദിശയെ തേടൽ തീരാതത് പാதை மாறாத நிமிடம் ஏதோ நெஞ்சம் சொல்ல காற்றில் வருகின்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம் காலம் கடந்தாலும் காட்சி மறையாது நினைவில் கலந்தாடும் ஓர் மனம் உலா போகும் கனா உலா போகும் வினா காலம் கடந்தாலும் காட்சி மறையாது நினைவில் கலந்தாடும் ஓர் மனம். സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പവനജ സ്തുതി പാത്ര പാവന ചരിത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. ഭക്തജന പരിപാല ഭരിത ശരജാല ഭക്തജന പരിപാല ഭരിത ശരജാല ഭുക്തി മുക്തി ദലീല ഭൂദേവ പാല സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ.
परमेशनुत गीत भवजलदि पोत परमेशनुत गीत भवजलदि पोत तरणि कुल संजात त्यागराजनुत കാവ്യയുടെ അവൾ ഒട്ടും ഡിപ്പെൻഡൻ്റ് അല്ല. അവളുടെ കാര്യങ്ങൾ അവൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതന്നെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനായിട്ട് മാറുമല്ലോ ഒരാളുടെ. നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെന്താ, ഇഷ്ടം പോലെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ട്രാവൽ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും കുറേ ഇന്ത്യ ഒട്ടുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണിത്. എന്നാലും കുറച്ച് സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ ഞാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ട്രാവൽ ചെയ്യാൻ ഞാനും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ അവൾ എന്തോ നോർത്ത് ട്രിപ്പിൻ്റെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത കഥയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ അവൾ പറയുന്നത്, അവൾ പോകാൻ വേണ്ടിയിട്ട്. അത് മണാലി കസോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ അങ്ങനെ വീട്ടിൽ പെണ്ണ് കാണാൻ നിൽക്കാറില്ല. അങ്ങനെ പെണ്ണ് കാണാൻ നിൽക്കണമെങ്കിൽ എനിക്ക് ടൂർ വേണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്ന അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറയണ്ടായിരുന്നു. പക്ഷെ ആ സന്തോഷത്തിൽ എന്താച്ചാ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തന്നെ ആയിരുന്നത്. പിന്നെ അന്ന് ബുക്ക് ചെയ്തിട്ടില്ല. പിന്നെ സെക്കൻഡ് മീറ്റിന് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ടിക്കറ്റ് ബുക്ക് പോകാൻ റെഡിയായി. കല്യാണത്തിന് മുന്നേ കുറച്ചുകൂടി ടൈം കിട്ടണമെന്ന് ഒരിതുണ്ടായിരുന്നു. അതായത് ടൈം പെട്ടെന്ന് 6 മാസം അന്ന് കല്യാണം ഉറപ്പിച്ച സമയത്ത് 6 മാസം ഉണ്ട് ആയിരുന്നു. 6 മാസം ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ 6 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു. അത് കുറച്ചും കൂടി സമയം നമുക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇനി കല്യാണം കഴിച്ചിട്ട് അടിപൊളിയാക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അതെ, കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കാണ്ടിരുന്നാൽ മതി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.
അടിപൊടി